നമസ്കാരം. സന്ദീപ് വാര്യരെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് തോൽവിക്ക് കാരണം ശോഭയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമമാണ് സന്ദീപ് വാര്യർ നടത്തിയത്. ബി.ജെ.പിയിൽ നല്ല ഒരു പദവി ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർ അധികാരത്തിന്റെ മോഹം തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് ആ പദവികളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞ് നേരെ യു.ഡി.എഫിലേക്ക് പോയത്. ബി.ജെ.പി ആയിരുന്നപ്പോഴും സന്ദീപ് വാര്യർ എല്ലാവരും സന്ദീപ് വാര്യരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉള്ളൊരു പരാതിയാണ് മുന്നോട്ട് വെച്ചത്. ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നപ്പോൾ ചാനൽ ചർച്ചകളിലെങ്കിലും മുഖം കാണിക്കാൻ സന്ദീപിന് കഴിയുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. കോൺഗ്രസിലെത്തിയെങ്കിലും സതീശൻ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത പദവികൾ ഒന്നും തന്നെ വാര്യർക്ക് നൽകിയിട്ടുമില്ല. അത് കിട്ടണമെങ്കിൽ പാലക്കാട്, അതായത് മലപ്പുറം, പാണക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി മുല്ലാക്കന്മാരെയും പാണക്കാട് തങ്ങളെയും ഒക്കെ കണ്ട് അവരെ സന്തോഷപ്പെടുത്തുക, അവരുടെ മനസ്സിൽ ഒരു ഇടം കിട്ടിയാൽ മാത്രമേ വാര്യർക്ക് പദവികളെല്ലാം കിട്ടുകയുള്ളൂ. അങ്ങനെ സന്തോഷിപ്പിക്കാൻ പോയപ്പോഴാണ് വാര്യർക്ക് ഒരു യമണ്ടൻ പണി കൊടുത്തത്. അതായത് ദുബായിലും സൗദിയിലും ഒക്കെ പോയി അവിടെ കറങ്ങി നടന്ന് അവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റി അവരുടെ മനസ്സിൽ ഒരു ഇടം നേടിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പാലക്കാട് യു.ഡി.എഫ് വിജയിച്ചത് സന്ദീപ് വാര്യരുടെ യു.ഡി.എഫ് പ്രവേശനത്തിന്റെ ഫലം കൊണ്ടാണെന്ന വാര്യരുടെ പരാമർശം തെളിവ് സഹിതം ബി.ജെ.പിയും മാധ്യമങ്ങളും പൊളിച്ചടുക്കി കൊടുത്തു. അതായത് പാലക്കാട് എസ്.ഡി.പിയുടെ പിന്തുണയോടുകൂടി മാത്രമാണ് യു.ഡി.എഫ് വിജയിച്ചതെന്ന് ബി.ജെ.പി തെളിവ് സഹിതം പുറത്തുവിട്ടതോടെ സന്ദീപ് വാര്യർ അടപടലപ്പെട്ടു. കൂടാതെ ശോഭാ സുരേന്ദ്രന്റെ തീക്ഷണമായ വാദങ്ങളും വാര്യരുടെ ആ മുഖംമൂടിയെല്ലാം അഴിഞ്ഞു വീണു. അതായത് ബി.ജെ.പിയിൽ വാര്യർ ഉണ്ടായിരുന്ന സമയത്ത് വാര്യർക്ക് അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നേതാക്കളെയും അണികളെയും തമ്മിൽ തല്ലിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന ശോഭാ സുരേന്ദ്രന്റെ ആ വെളിപ്പെടുത്തലാണ് സന്ദീപ് വാര്യരുടെ ആ മുഖംമൂടി തന്നെ ഒറ്റ നിമിഷം കൊണ്ട് പിച്ചു ചിന്തി ശോഭാ സുരേന്ദ്രനെ കളഞ്ഞത്. അതോടുകൂടി ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് യു.ഡി.എഫിൽ പോലും ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. കാരണം യു.ഡി.എഫിൽ സന്ദീപ് വാര്യർ പ്രവേശിക്കുന്നതിന് മുന്നേ വർഷങ്ങളായി യു.ഡി.എഫിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾക്ക് പോലും കിട്ടാത്ത പദവികളാണ് വാര്യർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ സന്ദീപ് വാര്യറിനെ പോലെ ഒരു വ്യക്തി യു.ഡി.എഫിൽ വന്നു കഴിഞ്ഞാൽ യു.ഡി.എഫിന്റെ നാശം തന്നെയാണ് എന്നത് കൊണ്ട് തന്നെയാണ് അത്. കാരണം സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ബി.ജെ.പിയുടെ പല നാശങ്ങളും ഉണ്ടായിരുന്നു, പല വോട്ടുകളും തകർക്കുന്ന രീതിയിലേക്ക് വാര്യർ ഒരു രാഷ്ട്രീയ കളി കളിച്ചു. അത് യു.ഡി.എഫിലെ നേതാക്കൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ വാര്യരെ ഇങ്ങോട്ട് എടുക്കരുത് എന്ന് മുതിർന്ന നേതാക്കൾ സതീശനോട് പറഞ്ഞപ്പോഴൊന്നും സതീശൻ കേട്ടില്ല. ഇപ്പോഴിതാ കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു യമണ്ടൻ പണിയാണ് വരാൻ പോകുന്നത്. കൂടാതെ ശോഭാ സുരേന്ദ്രനെ ബി.ജെ.പിയുടെ അധ്യക്ഷൻ ആക്കുക വഴി അവർ ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാന ലക്ഷ്യം തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശൂർ ഉൾപ്പെടെയുള്ള പ്രധാന നഗരസഭ പിടിച്ചെടുക്കുക എന്നതാണ്. അതോടുകൂടി തന്നെ അങ്ങനെ പിടിച്ചെടുക്കും എന്ന ഒരു ഉറപ്പ് ശോഭാ സുരേന്ദ്രൻ വാര്യർക്ക് നൽകിയിട്ടുണ്ട്. ആ വെല്ലുവിളിയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്.